ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാ നമ്മൾ ഒരു തെലങ്കാന ഗ്രാമങ്ങളുടെ ഇടയിലൂടെ പോവുകയാണ്. ഇത് സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് ഏതാ സ്ഥലമൊന്നും പിടിയില്ല. രണ്ട് സൈഡും പാടങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഗ്രാമപ്രദേശമാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മളിതാ ഗ്രാമപ്രദേശങ്ങളിലുള്ളിലൂടെ പോവുകയാണ്. ഈ യാത്ര ബന്ദിപ്പൂരിലുള്ള ഒരു റിസോർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇരുവശത്തും ധാരാളം കുഞ്ഞു കുഞ്ഞു വീടുകൾ കാണുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റും. അതുപോലെ ഇവിടുത്തെ വീടുകൾ കാണാനും നല്ല ഗ്രാമീണമായിട്ടുള്ള അമ്പലവും ചെറിയ കടകളും അങ്ങനെയൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമം. അപ്പോൾ ഈ ഗ്രാമം കാണാനായിട്ട് നമ്മൾ ഈ റോട്ടിൽ കൂടെ വന്നതാണ്. ഇത് ഏതാ റോഡെന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ആടുകൾ മേയ്ക്കണ ആളുകൾ, പശുക്കൾ മേയ്ക്കണത്, അങ്ങനെ ധാരാളം കൃഷിപരമായിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടുതലും താമസിക്കുന്നത്. അതുപോലെ നമ്മളൊക്കെ നാട്ടിൽ ഒത്തുകൂടി കഴിഞ്ഞാൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ ആൽമരച്ചോട്ടിൽ എല്ലാവരും കൂടിയിട്ട് വട്ടത്തിലിരുന്ന് സംസാരിക്കുകയാണ്. ശരിക്കും അതൊക്കെ നമുക്ക് അപൂർവ കാഴ്ചകളാണ്. അതൊന്നും കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. നാലാൾ കൂടുമ്പോഴും തനിയെ നിൽക്കുകയാണെങ്കിലും നമ്മളൊക്കെ മൊബൈൽ നോക്കണ ഈ കാലഘട്ടത്തിൽ ഈ ആൽമരച്ചോട്ടിൽ ഇതുണ്ടിൽ ധാരാളം ആളുകൾ ഇതുപോലെ ഇരുന്നിട്ട് വർത്തമാനം പറയാണ്. നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് കൈയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. ഇവിടുത്തെ കൃഷി രീതി എന്ന് വെച്ചാൽ കൂടുതലും വാഴയാണ് കേട്ടോ. വാഴ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ കൈപ്പയ്ക്ക, പടവലം, പീച്ചിങ്ങ, അങ്ങനെ ധാരാളം കൃഷിസ്ഥലങ്ങളാണ് രണ്ട് സൈഡുമായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ ചെറിയ ഇതായിട്ട് വെച്ച് തുടങ്ങിയ കൃഷിയുമുണ്ട്, വാഴക്കൊല വെട്ടാറായ കൃഷിയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ചോളം, തെന, അതൊക്കെയാണ്. ശരിക്കും തമിഴ്നാട്ടിലാണല്ലോ കൂടുതലായിട്ട് ഇത് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊരു ഹോസ്പിറ്റലാണ്. ചെറിയൊരു ആരോഗ്യ കേന്ദ്രം. ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ആരോഗ്യ കേന്ദ്രം. മുന്നോട്ടുള്ള യാത്രയിൽ ബോർഡുകളൊക്കെ ശരിക്കും നമ്മൾ ഈ ഇടിയപ്പം പീച്ചി വെച്ച പോലെയുള്ള എഴുത്തുകളാണ് കേട്ടോ. ഒന്നും പിടികിട്ടാത്ത എഴുത്താണ്. ബസ്സിലാണെങ്കിലും വേറെ വാഹനങ്ങളിലാണെങ്കിലൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ബോർഡിൽ കണ്ടതാണ് കേട്ടോ, വെൽക്കം ടു ഹിമവത് ഗോപാലസ്വാമി ഹിൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോയാലായിരിക്കും ആ ഒരു ഹിൽസ് കാണാൻ പറ്റുന്നുണ്ടാവുക. അപ്പം നല്ല പച്ചപ്പ് നിറഞ്ഞ ഭംഗിയുള്ള കാട്. അതായത് ഇലകളൊക്കെ തളിർത്ത്, ആ മഴയൊക്കെ കൊണ്ട് ഇലകൾ തളിർത്ത് നിൽക്കുന്ന കാട്. നല്ല ക്ലൈമറ്റ്, മഴയും ഇല്ല വെയിലും അല്ലാത്ത നല്ലൊരു ക്ലൈമറ്റാണ്. പക്ഷെ ഇവിടെയൊന്നും നമുക്ക് ഇറങ്ങാനോ വണ്ടി പാർക്ക് ചെയ്യാനോ ഒന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാ അപ്പുറത്തെ സൈഡ് മയിൽ കണ്ടപ്പോൾ അവിടെ കുറച്ച് വാഹനങ്ങളൊക്കെ നിർത്തി മയിൽ കാണുകയാണ്. അപ്പോൾ ഇതേ ഈ ദൂരെ കാണുന്നത് ആദ്യമായിട്ട് കാട്ടാന കണ്ടപ്പോൾ ഇതേ കാട്ടാനാന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് കാട്ടാനയല്ല കേട്ടോ, കുങ്കി ആനകളാണ്. അപ്പോൾ അതിൻ്റെ കാലിൽ ചങ്ങല കൊണ്ട് തളച്ചത് നമ്മൾ പിന്നീടാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇതാ വീണ്ടും കുറേ ദൂരം ചെന്നപ്പോൾ നല്ലൊരു മാൻകൂട്ടം. മാനുകളെ ഇഷ്ടം പോലെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മാൻകൂട്ടങ്ങൾ, പുള്ളിമാനുകൾ ഇഷ്ടം പോലെയുള്ള ഒരു കാടാണ് കേട്ടോ ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റ്. അപ്പോൾ ദേ നമ്മൾ മാനുകളെയൊക്കെ കണ്ട് അവിടെ നിന്ന് ഇതാ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു കേട്ടോ. അപ്പോൾ ഇരുവശത്തുമായിട്ട് ധാരാളം മാനുകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മുൻപോട്ട് പോയപ്പോൾ ഇതേ ഒരു കാട്ടുപന്നി റോഡ് ക്രോസ് ചെയ്യാണ് കേട്ടോ. നല്ല വലിയ പന്നിയാണ്, കണ്ടില്ലേ.
അപ്പോൾ ദേ ഈ പൂമരം കാണുന്നത് കണ്ട, ഇതിൻ്റെ താഴെയായിട്ട് ഒരു അരുവി ഒഴുകുന്നുണ്ട്. മോയാർ റിവറാണ്. ഇതിനകത്ത് ഫോറസ്റ്റുകാരുടെ തന്നെ ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ കാലത്ത് 8 മണിക്ക് ശേഷം വന്നാലേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നമ്മൾ പോയ സമയത്ത് ടൈം ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ദേ കുറച്ച് ദൂരം കൂടെ വന്നപ്പോൾ കണ്ടില്ലേ, മയിൽ പീലി വിരിച്ചാടുന്നതാണ് കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് എന്താ നമ്മൾ വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ അടുത്ത സൈറ്റിംഗ് ആയിട്ട് നമുക്ക് ഒരു കാട്ടിയെ കണ്ടിട്ടുണ്ട് കേട്ടാ. ഒരെണ്ണവേ ഉള്ളൂ, അതായത് ചിലപ്പോൾ കൂട്ടത്തോടെ ഉണ്ടാവുമായിരിക്കാം, ഉൾക്കാട്ടിലാവും. പക്ഷേ ഇത് ഒരെണ്ണത്തിന് മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ കാട്ടുപോത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ നമ്മൾ മുൻപോട്ട് പോണ സമയത്ത് റോഡിൻ്റെ അടുത്ത്, അതായത് റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു ആന, ഒരു കൊമ്പൻ ആനയാണ് കേട്ടാ. പക്ഷേ അവിടെയുള്ള വണ്ടികളും അവിടെ നിൽക്കണം. നമ്മളത് റിവേഴ്സൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും എല്ലാവരും നല്ലോണം പേടിച്ചിട്ടുണ്ട്. റോഡിൻ്റെ സൈഡാണ് അത് നിൽക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാനും വഴിയില്ല, തിരിച്ച് അത് ഇങ്ങോട്ട് വരാനും വഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ കുറേ നേരമൊക്കെ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു കേട്ടോ, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ. പക്ഷേ ഇതുപോലെ ടാക്സിക്കാർക്കൊക്കെ അവർക്കത് എക്സ്പീരിയൻസ് ആയി, അവർ ധൈര്യത്തോടെ മുൻപോട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഫാമിലിയായിട്ട് വന്നതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു ആന റോഡ് സൈഡ് കണ്ടപ്പോൾ. കുറേ ടൈം എടുത്തു, പക്ഷേ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും വരികയും ചെയ്യുന്നുണ്ട്. കുട്ടികൾ ഭയങ്കര കരച്ചിലായതുകൊണ്ട് ഞങ്ങൾ കുറേ സമയം ഇവിടെ നിന്നു കേട്ടോ. അത് കുറച്ച് അങ്ങോട്ട് റോഡ് സൈഡിൽ നിന്ന് കയറിയപ്പോഴാണ് നമ്മൾ വണ്ടി എടുത്തത്. അത്രയും സമയം നമ്മൾ അവിടെ നിന്ന് അവനെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നല്ല കുറുമ്പ് കാട്ടുന്നുണ്ട്. അവനിങ്ങനെ വണ്ടി പോകുന്ന സമയത്തൊക്കെ കറക്റ്റ് ആ വണ്ടിക്ക് ഇങ്ങനെ നേരെ നോക്കുകയും തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ നീട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും നമുക്കത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ പേടിയാണ്. അപ്പോൾ കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്തു അവനങ്ങോട്ട് കയറി പോകാനായിട്ട്. അപ്പോൾ ഇതാ അവൻ റോഡിൻ്റെ അടുത്ത് നിന്നും കുറച്ച് അങ്ങോട്ട് കയറി പോയപ്പോഴാണ് നമ്മൾ വണ്ടി ഇതാ എടുത്തത്. വണ്ടിയിലൊരു ചെറിയൊരു കൊമ്പനാനയാണ്. അപ്പോൾ നമ്മൾ അപ്പോഴേ കണ്ടതേ കാട്ടുപോത്ത് കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ട് വീണ്ടും ഇങ്ങോട്ടേക്ക്. അപ്പോൾ ദേ 2 ആനയും കൂടെ കണ്ടിട്ടുണ്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡായിട്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് മസിനഗുഡി വഴി ഊട്ടിയിലേക്കാണ് പോണത്. അതിപ്പോൾ രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ കൂടുതലും മൃഗങ്ങളെ കാണാൻ പറ്റിയത്. അതായത് റോഡ് സൈഡ് വന്ന് നിൽക്കും. വെയിലായി കഴിഞ്ഞാൽ ഈ മൃഗങ്ങളൊക്കെ കാടിൻ്റെ അകത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ റിസോർട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ മസിനഗുഡി വഴി ഊട്ടിയാണ് ഇനി നമ്മൾ പോണത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം, അടുത്തൊരു ഊട്ടി വീഡിയോയിൽ കാണാം. ഇതുവരെക്കും ബായ്. അയ്യോ, ഇത്ര അടുത്ത് നാനാ.